കുക്രിയിലേക്ക് സ്വാഗതം. കൗതുകമുള്ള ഒരു കണക്ക് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി വന്നതാണ്. ആ കൗതുകം മെസ്സി മാജിക്കിനെ കുറിച്ചാണ്. ലിയണൽ മെസ്സി. എന്തുകൊണ്ടാണ് മെസ്സി ഗോട്ടാണ് എന്ന് പലരും പറയുന്നത്, എന്തുകൊണ്ടാണ് ഗോട്ടാണെന്ന് പലരും വിശ്വസിക്കുന്നത് എന്നതിന് ഇതിൽ പരം വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തന്നെയാണ് ലിയണൽ മെസ്സി. കാരണം ഈജിപ്തിനെതിരായ മത്സരത്തിൽ മെസ്സി അവസാന 10-15 മിനിറ്റ് കളിച്ചൊരു കളി ജീനിയസ്നെസ് എന്ന് അതിനെ പറയാൻ പറ്റും. അമ്മാതിരി മാജിക്കാണ് കാണിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ അവസാന 76-ാം മിനിറ്റിന് ശേഷം, 90 മിനിറ്റാണ് നിശ്ചിത സമയം, 76 മിനിറ്റിന് ശേഷം 10-14 മിനിറ്റ് അദ്ദേഹം കളിച്ചൊരു കളിയുണ്ട്. ആ കളി അതിൽ ചില കൗതുകകരമായ കണക്കുകൾ കണ്ടു. ആ കണക്കുകൾ ഒന്ന് പരിശോധിച്ചപ്പോൾ എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് തോന്നിപ്പോയി. ആ കണക്കുകളൊന്ന് നമുക്ക് നോക്കാം. 76 മിനിറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ, ആ കളിയിൽ ഏറ്റവും കൂടുതൽ ടച്ചുകൾ ലിയണൽ മെസ്സിയാണ് നടത്തിയത്. 27 ടച്ചുകളാണ്. 27 ടച്ചുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 76 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കളി തീരാൻ 14 മിനിറ്റ്, പിന്നെ ഇഞ്ചുറി ടൈമിൻ്റെ ഒരു 3 മിനിറ്റ് എന്ന് കണക്കാക്കാം. അങ്ങനെ 17 മിനിറ്റിൽ 27 ടച്ചുകളാണ് ലിയണൽ മെസ്സിയുടേതായിട്ടുണ്ടായത്. 2 ഷോട്ടുകളാണ്. 2 ഷോട്ടുകൾ. ചാൻസുകൾ സൃഷ്ടിച്ചത് 2 എണ്ണമാണ്. 2 എണ്ണം ഈ 17 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ 2 ഷോട്ടുകൾ, 2 ചാൻസുകൾ, ഡ്രിബിളുകൾ 2. പിന്നീട് ബോക്സിനകത്ത്, പെനാൽറ്റി ബോക്സിനകത്തെ ടച്ചുകൾ 5 എണ്ണം. പലപ്പോഴും ഒരു മുഴുവൻ മത്സരത്തിൽ പെനാൽറ്റി ബോക്സിനകത്ത് 5 ടച്ചുകൾ നടത്താൻ പറ്റാറില്ല പല കളിക്കാർക്കും, വിഖ്യാത കളിക്കാർക്ക് തന്നെ. അവിടെയാണ് മെസ്സി, ലിയണൽ മെസ്സി ഇത്രയും ഗംഭീരമായ ഒരു കണക്ക് കാണുമ്പോഴേ, ടച്ചുകൾ 27, ഷോട്ടുകൾ 2, ചാൻസുകൾ സൃഷ്ടിച്ചത് 2, ഡ്രിബിളുകൾ 2, ബോക്സ് ടച്ചുകൾ 5. എന്തൊരു അസാമാന്യ പ്രതിഭയാണ് അയാൾ. എന്തൊരു ജീനിയസാണ്. എത്ര ക്രിയേറ്റീവായിട്ടാണ്, എത്ര സർഗാത്മകമായിട്ടാണ്, എത്ര ക്രിയാത്മകമായിട്ടാണ് സാഹചര്യത്തോട് അയാൾ പ്രതികരിക്കുന്നത് എന്നത് ഈ ഒരൊറ്റ കണക്കിലുണ്ട്. 76 മിനിറ്റിന് ശേഷമുള്ള കണക്കുകളൊന്നും നോക്കൂ, മറ്റു കാര്യങ്ങൾ നോക്കൂ. 79-ാമത്തെ മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ, ലിയണൽ മെസ്സി കൊടുത്ത പാസിൽ നിന്ന് ക്രിസ്ത്യൻ റൊമേറോ ആദ്യത്തെ ഗോൾ അടിക്കുന്നു. അപ്പോൾ 1-2, ഈജിപ്ത് 2 ഗോളിന് മുന്നിൽ 1 ഗോൾ അർജൻറ്റീന. പിന്നീട് 83-ാമത്തെ മിനിറ്റിൽ സ്വയം മെസ്സി, ലിയണൽ മെസ്സി പെനാൽറ്റി ബോക്സിനകത്ത് നിന്ന് അതിഗംഭീരമായ ഒരു ഷോട്ടിലൂടെ, തകർപ്പൻ അടിയിലൂടെ ഗോൾ അടിക്കുന്നു. അപ്പോൾ 2-2. പിന്നീട് 93-ാമത്തെ മിനിറ്റിൽ, 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ, അതായത് മെസ്സി ഗോൾ അടിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം എൻസോ ഫെർണാണ്ടസ് അത്യുഗ്രൻ ഒരു ഗോള്, ഹെഡർ ഗോള് നേടുന്നു. ലൗട്ടാറോ മാർട്ടിനസിൻ്റെ ആ പാസ് നമ്മൾ മറക്കുന്നില്ല. അതിഗംഭീര പാസ്സായിരുന്നു, ഹൈ ബോളായിരുന്നു, ഗംഭീരമായിരുന്നു. അങ്ങനെ 3-ാമത്തെ ഗോളും അടിച്ച് ഈജിപ്തിനെതിരെ വെറും 14-15 മിനിറ്റിൻ്റെ ഉള്ളിൽ കളി ജയിക്കുകയാണ്. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ്. അത് ലിയണൽ മെസ്സി എന്ന മനുഷ്യൻ്റെ ക്രിയാത്മകമായ കളിയോടുള്ള പ്രതികരണം. ആ കളി ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ ലിയണൽ മെസ്സിയാണ്. പുറകിലേക്ക് ഇറങ്ങി വന്ന് വിങ്ങിൽ കളിച്ച് വിങ്ങിലൂടെ കയറ്റിക്കൊണ്ടുവന്ന് അടിച്ചത് മുഴുവൻ. അങ്ങനെയാണ് ഒരു ടീമിനെ മുഴുവൻ അത്രമാത്രം പ്രചോദിപ്പിച്ചു നിന്ന ദ ഇൻസ്പിരേഷണൽ ലീഡർ, വൈ ഹി ഈസ് കോൾഡ് ഗോട്ട് എന്നതിൻ്റെ ഉത്തരമായിരുന്നു ഈജിപ്തിനെതിരായ അവസാന 15 മിനിറ്റിലെ ലിയണൽ മെസ്സിയുടെ കളി. അത്യുഗ്രൻ എന്നേ പറയാനുള്ളൂ. ഈ കണക്കുകൾ നമ്മൾ സാധാരണ മെസ്സി ആരാധകർക്കും അർജൻറ്റീന ആരാധകർക്കും ഫുട്ബോൾ പ്രേമികൾക്ക് തന്നെ വളരെ ഗംഭീരമായിട്ടൊരു കണക്കാണ്. ആ കണക്കൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും മെസ്സി തന്നെയാണ്. മെസ്സി മാജിക് തന്നെയാണ്. അസാധാരണ ഒരു ജീനിയസ് തന്നെയാണ് ലിയണൽ മെസ്സി.